നമസ്കാരം. പ്രധാന വാർത്തകൾ. കടമ്പഴിപ്പുറം കോണിക്കഴിയിൽ കോറിയിലെ വെള്ളത്തിൽ വീണ 2 വിദ്യാർത്ഥികൾ മരിച്ചു. സഹോദരങ്ങളുടെ മക്കളായ മേഘജ്, അഭയ് എന്നിവരാണ് മരിച്ചത്. അപകടം നടന്നത് രാത്രി. പാലക്കാട് കൊല്ലങ്കോട് കമ്പിവേലിയിൽ കുടുങ്ങിയ പുലി ചത്തു. ജനങ്ങളെ ഭീതിയിലാക്കിയ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടിയ ശേഷമാണ് ചത്തത്. പുലിയുടെ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതം സംഭവിച്ചതായി നിഗമനം. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി വിവാദം മുറുകുന്നു. പ്രസിഡന്റ് KT അഫ്സലിനെ അച്ചടക്ക ലംഘനത്തിന് മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കിയെങ്കിലും പദവി ഒഴിഞ്ഞില്ല. രാജിവെക്കേണ്ടതില്ലെന്ന നിലപാടിൽ ഉറച്ച അഫ്സൽ പക്ഷം. ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം നടപ്പാക്കുമെന്ന് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി. ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഒറ്റപ്പാലം മീറ്റ്ന തടയണയുടെ ഷട്ടറുകൾ ഉയർത്താനുള്ള ശ്രമം വിജയിച്ചില്ല. ഫയർഫോഴ്സ് എത്തിയിട്ടും ശ്രമം പരാജയപ്പെട്ടു. വെള്ളമൊഴുകുന്നത് തടയണയ്ക്ക് 2 അടിയോളം മുകളിലൂടെ. ഷൊർണൂരിൽ കഞ്ചാവ് വേട്ട. ട്രെയിനിൽ കടത്തിയ 4.5 കിലോ കഞ്ചാവ് റെയിൽവേ പോലീസ് പിടികൂടി. പ്രതികളെ കണ്ടെത്താനായില്ല. ഈ മാസം പിടികൂടിയത് 15 കിലോയോളം കഞ്ചാവ്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതി അറിയാതെ താൽക്കാലിക ജീവനക്കാരനെ നിയമിച്ച സംഭവം അന്വേഷണം നടത്താൻ ഡെപ്യൂട്ടി ഡയറക്ടറോട് ശുപാർശ ചെയ്ത് ഭരണസമിതി. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ നൽകിയ വേതനം പിഴയോടെ തിരിച്ചു പിടിക്കുമെന്നും പ്രസിഡന്റ്. വിശദമായ വാർത്തകളിലേക്ക്. കാൽത്തന്നി കോറിയിലെ വെള്ളത്തിൽ വീണ് 2 വിദ്യാർത്ഥികൾ മരിച്ചു. പുലാപ്പറ്റ, കോണിക്കഴി, മുണ്ടോളി, ചെഞ്ചുരുളി കോറിയിലാണ് സംഭവം. സഹോദരങ്ങളുടെ മക്കളാണ് മരിച്ചത്. ചെഞ്ചുരുളി മണികണ്ഠന്റെ മകൻ 18 വയസ്സുള്ള മേഘജ്, രവീന്ദ്രന്റെ മകൻ 21 വയസ്സുള്ള അഭയ് എന്നിവരാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി 10:30 സംഭവം. വീടിന് സമീപത്തെ കോറിക്ക് സമീപം സംസാരിച്ച് നടന്നു പോകുന്നതിനിടയിൽ മേഘജ് കാൽവഴുതി വീഴുകയും രക്ഷിക്കാൻ ശ്രമിച്ച അഭയ് ഒപ്പം വീഴുകയുമായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. ഇത് കണ്ട മറ്റൊരു സമീപവാസി ഉടൻ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. കോങ്ങാട് അഗ്നിശമന സേനയെത്തി തിരച്ചിൽ നടത്തി ആദ്യം മേഘജിന്റെയും പിന്നീട് 12:30 അഭയുടെയും മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു. പുലാപ്പറ്റ MNKM സ്കൂളിൽ നിന്നും ഈ വർഷം +2 കഴിഞ്ഞ വിദ്യാർത്ഥിയാണ് മേഘജ്. നെഹ്റു കോളേജ് 2ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണ് അഭയ്. കോറിയിൽ 50 അടിയോളം താഴ്ചയിൽ വെള്ളമുണ്ടായിരുന്നു. ഇവിടെ ഈ മറ്റേ ഫയർഫോഴ്സിൻ്റെ എൻജിൻ വരുന്നത് കണ്ടിട്ട് അറിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ ഇവിടുത്തെ പരിസരവാസിയായ ലിലുവിനോട് വിളിച്ചു വെച്ചപ്പോഴാണ് പറഞ്ഞിങ്ങനെ 2 പിള്ളേർ പെട്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് നോക്കിയത്. ഞാൻ വന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ ഫയർഫോഴ്സിൻ്റെ ആളുകളൊക്കെ വന്നിട്ട് അവർ എടുക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു. അപ്പോൾ ഒരു ഏകദേശം 11:30 ശേഷം 12 മണിയുടെ അടുത്തായിട്ടാണ് ആദ്യം ഒരു ബോഡി കിട്ടിയത്. അത് കഴിഞ്ഞ് ഏകദേശം 2 മണിക്കൂറോളം പരിശ്രമിച്ചതിന് ശേഷമാണ് 2ാമത്തെ ബോഡി കിട്ടി. അങ്ങനെ ബോഡി കൊണ്ടുപോവുക ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടുത്തെ പരിസരവാസികളെല്ലാവരും ഇവിടുന്ന് പിരിഞ്ഞു പോയി. ഇതിലെ ഒരു പയ്യൻ ടൂർ പോയിട്ട് വന്നു എന്ന് പറഞ്ഞ് അങ്ങനെ നേരെ അവരിവിടെ വന്ന് എല്ലാവരും കൂടിയിരുന്നു എന്നാണ് പറയണത്. അതിൽ ഒരാൾ തെന്നി വീണപ്പോൾ മറ്റേ പയ്യൻ കൂടെ ചാടി രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയെന്നാണ് ഇവിടുത്തെ നാട്ടുകാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവ്. പാലക്കാട് കൊല്ലങ്കോട് കമ്പിവേലിയിൽ കുടുങ്ങിയ പുലി ചത്തു. ജനങ്ങളെ ഭീതിയിലാക്കിയ പുലിയെ മയക്കുവെടി വെച്ചായിരുന്നു കീഴ്പ്പെടുത്തിയത്. പിടികൂടിയ ശേഷം കൂട്ടിലാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പുലി ചത്തത്. മണിക്കൂറുകൾക്കൊടുവിലുള്ള പരിശ്രമത്തിലാണ് RRT സംഘം പുലിയെ പിടികൂടിയത്. മയക്കുവെടി വെച്ച് പുലിയെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചിരുന്നെങ്കിലും ആദ്യ ശ്രമം പരാജയപ്പെടുകയായിരുന്നു. പിന്നീട് RRT സംഘത്തിന്റെ ശ്രമകരമായ ദൗത്യമാണ് പുലിയെ പിടികൂടി കൂട്ടിലടയ്ക്കാൻ സഹായിച്ചത്. കൂട്ടിലടച്ച് മണിക്കൂറുകൾക്ക് ശേഷം പുലിക്ക് ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. കമ്പിവേലിയിൽ കുരുങ്ങി സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പുലിയുടെ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതങ്ങൾ സംഭവിച്ചു കാണുമെന്നാണ് വനംവകുപ്പ് നിഗമനം. പുലിയുടെ ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടോ എന്ന് വിശദമായി പരിശോധിക്കും. പുലിയുടെ ശരീരങ്ങളിൽ വലിയ മുറിവുകളൊന്നും ഇല്ലെന്നും വനംവകുപ്പ് വ്യക്തമാക്കുന്നു. വ്യാഴാഴ്ച പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്നാണ് വനംവകുപ്പിന്റെ പ്രതികരണം. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി വിവാദം മുറുകുന്നു. പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന KT അഫ്സലിനെ അച്ചടക്ക ലംഘനത്തിന് മുസ്ലിം ലീഗിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റി പുറത്താക്കിയതോടെ പ്രസിഡന്റ് പദവി തീരുമാനം പ്രതിസന്ധിയിലുമായി. 1 വർഷം CT നൌഷാദ് അലി ആയിരുന്നു പ്രസിഡന്റ്. പിന്നീട് 2 വർഷം KT അഫ്സലിനായിരുന്നു ഊഴം. ഏപ്രിൽ 30 പ്രസിഡന്റ് സ്ഥാനം ഒഴിയണമെന്ന ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശം പാലിക്കാത്തതിനെ തുടർന്ന് പാർട്ടി സംസ്ഥാന നേതൃത്വം അഫ്സലിനെ പാർട്ടി അംഗത്വത്തിൽ നിന്നും പുറത്താക്കുകയായിരുന്നു. ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം നടപ്പാക്കുമെന്ന് മുസ്ലിം ലീഗ് പഞ്ചായത്ത് നേതൃത്വം വ്യക്തമാക്കി. പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന KT അഫ്സലിനെ അച്ചടക്ക ലംഘനത്തിന് മുസ്ലിം ലീഗിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റി പുറത്താക്കിയതോടെ
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പദവിയെ ചൊല്ലി ആലിപ്പറമ്പിൽ വിവാദം മുറുകി. ആദ്യ ഒരു വർഷം CT നൌഷാദ് അലിയായിരുന്നു ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായത്. നേരത്തെ ഉണ്ടാക്കിയ ധാരണാപ്രകാരം നൌഷാദ് അലിയെ മാറ്റി അഫ്സലിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. അഫ്സലിന് 2 വർഷത്തെ പദവിയാണ് നൽകിയതെന്നും ജില്ലാ പ്രസിഡന്റിന്റെ കത്തുപ്രകാരമാണ് ഇത് തീരുമാനിച്ചതെന്നും പറയുന്നു. അഫ്സലിനെ 2022 ഏപ്രിൽ 20 മുതൽ 2024 ഏപ്രിൽ 30 വരെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിശ്ചയിച്ചത് എന്നാണ് ജില്ലാ കമ്മിറ്റി പറയുന്നത്. സ്ഥാനം ഒഴിയണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പ്രസിഡന്റ് 2 തവണ കത്തു നൽകുകയും നിർദ്ദേശം പാലിക്കാത്തതിനെ തുടർന്ന് സസ്പെൻഷനിലേക്ക് നീങ്ങുകയുമായിരുന്നു. ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ നടപ്പാക്കുമെന്ന് മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് TK ഹംസ, ജനറൽ സെക്രട്ടറി CT നൌഷാദ് അലി എന്നിവർ വ്യക്തമാക്കി. മുസ്ലിം ലീഗ് പാർട്ടിയുടെ തീരുമാനപ്രകാരം ആദ്യം ഒരു വർഷം CT നൌഷാദ് അലി മത്സരിച്ചിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പദവി നൽകാനും അടി തീരുമാനിച്ചു. ഇതിൻ്റെ കാലാവധി അവസാനിച്ചതോടുകൂടി ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഈ 2024 ഏപ്രിൽ 30 വരെ അഫ്സലിനും ശേഷിക്കുന്ന കാലം MP മജീദ് മാസ്റ്റർക്കും പ്രസിഡന്റ് സ്ഥാനം നൽകാനായിരുന്നു പാർട്ടി തീരുമാനിച്ചത്. എന്നാൽ ഈ 30 അഫ്സൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ തയ്യാറായില്ല. അതിൻ്റെ പേരിൽ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കഴിഞ്ഞ 6 നേരിട്ട് അഫ്സലിന് കത്ത് നൽകുകയും കത്ത് കിട്ടിയ ഉടൻ തന്നെ രാജിവെച്ച് റിപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ 6 ഈ കത്ത് കിട്ടിയിട്ടും അഫ്സൽ രാജിവെക്കാൻ തയ്യാറായില്ല. അങ്ങനെ 19 അഫ്സൽ അടക്കമുള്ള മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് മെമ്പർമാരോട് നേരിട്ട് തങ്ങൾ കാണാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യേക ദൂതൻ മുഖേന തന്നെ അവർക്ക് കത്ത് നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ക്ഷണിക്കുകയും ചെയ്താണ്. പക്ഷേ ഇവരാരും തങ്ങളെ കാണാനോ അവർക്ക് എന്തെങ്കിലും പരാതിയോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിലോ അത് ബോധിപ്പിക്കാനോ തയ്യാറായില്ല. അതിൻ്റെ ശേഷമാണ് ഈ അഫ്സലിന് ഈ പാർട്ടിയുടെ അച്ചടക്ക ലംഘന നടപടി വന്നിട്ടുള്ളത്. പാർട്ടിയുടെ നിർദ്ദേശം പാലിക്കാതെ പാർട്ടിയുടെ നിർദ്ദേശം മാനിക്കാതെ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിലവിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റിനെ മുസ്ലിം ലീഗിൻ്റെ പ്രാഥമിക അംഗത്തിൽ നിന്നും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ആലിപ്പറമ്പ് പഞ്ചായത്തിൽ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് അല്ല, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളുകൾക്ക് പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് അല്ല. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള എന്ത് കാര്യങ്ങൾ ചെയ്യണമെന്നതിനെക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടി നേതൃത്വം മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റിയും നിയോജകമണ്ഡല കമ്മിറ്റിയും എന്താണോ പറയുന്നത് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി പഞ്ചായത്ത് ഭരണ സംവിധാനവുമായി മുന്നോട്ട് പോകും. എന്നാൽ അത്തരത്തിലൊരു ധാരണ ഇല്ലെന്നും മൂന്നാമതൊരാളെ തീരുമാനിച്ചിട്ടില്ലെന്നും രാജിവെക്കില്ലെന്നുമാണ് അഫ്സൽ പക്ഷം പറയുന്നത്. അതോടെ ഒരു വിഭാഗം ലീഗ് പ്രവർത്തകർ സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകി. തുടർന്നാണ് അഫ്സലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്. ഇനിയുള്ള കാലം MP മജീദിന് പ്രസിഡന്റ് സ്ഥാനം കൈമാറണമെന്നത് അഫ്സൽ സമ്മതിക്കുന്നില്ലെന്നാണ് സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകിയവരുടെ വിശദീകരണം. എന്നാൽ പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വരുമ്പോൾ പാർട്ടി ഐക്യകണ്ഠേന 5 വർഷത്തേക്ക് അഫ്സലിനെ തിരഞ്ഞെടുത്തതാണെന്നും 1 വർഷത്തേക്കാണ് ആദ്യം പ്രസിഡന്റായ CT നൌഷാദ് അലിയെ നിർദ്ദേശിച്ചതെന്നുമാണ് അഫ്സലിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത്. പ്രസിഡന്റ് പദവി ഒഴിയാതെ ആ സ്ഥാനത്ത് തുടരാനാണ് അഫ്സലിനെ പിന്തുണയ്ക്കുന്നവരുടെ തീരുമാനം. എന്നാൽ പാണക്കാട് കുടുംബവും ജില്ലാ നേതൃത്വവും പറയുന്നത് സ്വീകരിക്കുക എന്നത് തന്നെയാണ് നിലപാടെന്ന് മുസ്ലിം ലീഗ് മുൻ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറിയും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനുമായ PK മാനു പറഞ്ഞു. മുസ്ലിം ലീഗ് പാർട്ടി ഞങ്ങളെയൊക്കെ ജനപ്രതിനിധികളാക്കിയിട്ടുള്ളത് പാർട്ടി അച്ചടക്കം Make a statement jewelry by Claris. തന്നിട്ടാണ് ഞങ്ങളൊക്കെ മത്സരിച്ചിട്ടുള്ളത്. പാർട്ടി എപ്പോൾ രാജിവെക്കണമെന്നോ അല്ലെങ്കിൽ സ്ഥാനങ്ങളിൽ നിന്ന് മാറണമെന്നോ ആവശ്യപ്പെട്ടാൽ മാറാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. പാർട്ടിയാണ് ഞങ്ങൾക്കൊക്കെ വലുത്. ഇവിടെ മാതൃകയാക്കേണ്ടത് ബഹുമാന്യനായ CH മുഹമ്മദ് ഖായ സാഹിബ് സ്പീക്കർ സ്ഥാനത്തിരിക്കുന്ന സന്ദർഭത്തിൽ ടെലിഫോണിലൂടെയാണ് ബാഫ്കി തങ്ങൾ രാജിവെക്കാൻ നിർദ്ദേശിച്ചത്. ആ നിർദ്ദേശം കിട്ടിയ ഉടനെ രാജിവെച്ച് ഇറങ്ങിപ്പോകുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് പാർട്ടി. അങ്ങനെ എത്രയോ മാതൃകകളുണ്ട്. ആലിപ്പറമ്പ് പഞ്ചായത്തിൽ തന്നെ മുൻ പ്രസിഡന്റുമാരൊക്കെ അങ്ങനെ രാജിവെച്ച മാതൃകകൾ പലതുമുണ്ട്. അപ്പം അതുകൊണ്ട് പാർട്ടി അച്ചടക്കം അത് ലംഘിക്കുന്നവരാരായാലും ശരി അവർ പാർട്ടിക്ക് പുറത്താണ് എന്ന ഒരു സന്ദേശം കൂടിയാണ് ഈ കാര്യത്തിലൂടെ സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി അഫ്സലിനെ സസ്പെൻഡ് ചെയ്തതിലൂടെ മറ്റു പ്രവർത്തകർക്കും നൽകിയിട്ടുള്ളത് എന്നാണ് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതേസമയം അഫ്സലിനെ പുറത്താക്കാൻ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനും സാധ്യതയുണ്ട്. അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ CPM അംഗങ്ങളുടെ തീരുമാനം നിർണായകമാകും. 21 അംഗങ്ങളിൽ മുസ്ലിം ലീഗിന് 13ഉം കോൺഗ്രസിലെ ഒരാളും ഉൾപ്പെടെ 14 പേരാണ് UDFിലുള്ളത്. CPMന് 7 അംഗങ്ങളുണ്ട്.
ട്രെയിനിൽ കടത്തിയ 4.5 കിലോയിലധികം കഞ്ചാവ് ഷൊർണൂരിൽ റെയിൽവേ പോലീസ് പിടികൂടി. ബാഗിൽ സൂക്ഷിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. പ്രതികളെ പിടികൂടാനായില്ല. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 1615 ചെന്നൈ എഗ്മോറിൽ നിന്നും 16 എത്തിച്ചേരുന്ന യാത്രക്കാർക്ക് ബുധനാഴ്ച രാവിലെ 11:30 ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ നേത്രാവതി എക്സ്പ്രസിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. ട്രെയിനിലെ S2 കോച്ചിൽ വാഷ് ബേസിന് സമീപമുണ്ടായിരുന്ന ബാഗിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. പാലക്കാട് റെയിൽവേ സബ് ഡിവിഷൻ DYSP P ശശികുമാറിൻ്റെയും ഷൊർണൂർ റെയിൽവേ സർക്കിൾ ഇൻസ്പെക്ടർ PV രമേശിൻ്റെയും നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സ്ക്വാഡും ഷൊർണൂർ റെയിൽവേ പോലീസ് സബ് ഇൻസ്പെക്ടർ അനിൽ മാത്യുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവുമാണ് പരിശോധന നടത്തിയത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ആരെയും പിടികൂടാനായില്ല. പ്രതിക്കായുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് ഷൊർണൂർ റെയിൽവേ പോലീസ് സബ് ഇൻസ്പെക്ടർ അനിൽ മാത്യു പറഞ്ഞു. ഇന്ന് കാലത്ത് 11 മണിയോടെ നേത്രാവതി എക്സ്പ്രസ് ചെക്ക് ചെയ്തു. അതിൽ S2 കോച്ചിൽ ടോയ്ലറ്റിന് സൈഡിൽ നിന്നായിട്ട് ബാഗ് കിട്ടി. ആ ബാഗ് എടുത്ത് നമ്മൾ പരിശോധന നടത്തിയപ്പോൾ അത് കഞ്ചാവാണെന്ന് ബോധിപ്പിക്കും. ഇത് കഞ്ചാവ് അന്യ സംസ്ഥാനത്ത് കടത്തിക്കൊണ്ട് വരുന്നതായിട്ടാണ് നമുക്ക് സംശയം. അതിൽ പ്രതിക്കായിട്ട് തെരച്ചിൽ നടത്തിയെങ്കിലും പ്രതിനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതിൻ്റെ നടപടികളുടെ ഭാഗമായിട്ട് അതിൻ്റെ തൂക്കം മറ്റും കാര്യങ്ങളും നോക്കിയപ്പോൾ 4 കിലോ 650 ഗ്രാം തൂക്കം ഉള്ള കഞ്ചാവാണ് ആ ബാഗിൽ കണ്ടത്. അപ്പോൾ ഈ മാസം നമ്മൾ നടത്തിയ മൊത്തം ഒരു ഡ്രൈവിൽ ഒരു 10-15 കിലോയ്ക്ക് ഇടയ്ക്ക് കഞ്ചാവ് കണ്ടെത്താൻ നമുക്ക് കഴിയും. അപ്പോൾ വരും ദിവസങ്ങളും കൂടുതൽ പരിശോധനകൾ ട്രെയിനുകൾ നടത്തും. മദ്യത്തിനെതിരെ മദ്യവും MDMA കഞ്ചാവ് എന്നിവ കടത്തിക്കൊണ്ട് വരുന്നതെന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കും. 15 കിലോളം കഞ്ചാവ് റെയിൽവേ പോലീസ് ഈ മാസം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്നും റെയിൽവേ പോലീസ് അറിയിച്ചു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതി അറിയാതെ താൽക്കാലിക ജീവനക്കാരനെ നിയമിച്ചതിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ ചൊവ്വാഴ്ച ചേർന്ന കരിമ്പുഴ പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രത്യേക യോഗം പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറോട് ശുപാർശ ചെയ്തു. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ നൽകിയ വേതനം 18% പിഴയോടെ തിരിച്ചുപിടിക്കാൻ തീരുമാനിച്ചതായി പ്രസിഡന്റ് KM ഹനീഫ, വൈസ് പ്രസിഡന്റ് N സാജിറ, അംഗങ്ങളായ K രജിത, അനസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുൻകാലങ്ങളിലും പഞ്ചായത്തിൽ താൽക്കാലിക ജീവനക്കാരനെ നിയമിച്ചിരുന്നു. ഈ ഭരണസമിതിയുടെ കാലത്തും നിയമിച്ചിരുന്നു. എന്നാൽ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലെ നിയമനം ഭരണസമിതിയെ അറിയിച്ചിരുന്നില്ല. ഇതിന് സെക്രട്ടറിയോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന നിയമനം തുടർന്നു എന്നാണ് വിശദീകരണം. ഇല്ലാത്ത ജീവനക്കാരനെ പഞ്ചായത്തിൽ താൽക്കാലികമായി നിയമിച്ചെന്ന് രേഖയുണ്ടാക്കി മാസങ്ങളായി വേതനം കൈപ്പറ്റിയതായി ഇടതുമുന്നണി കുറ്റപ്പെടുത്തിയിരുന്നു. ഭരണസമിതിയോ അറിയാതെയാണ് ആ തീരുമാനം ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്വേഷണങ്ങൾ വിപുലമായ രീതിയിൽ നമ്മൾ അന്വേഷിച്ച് അതിൻ്റെ രേഖകളൊക്കെ പരിശോധിച്ചപ്പോൾ ഈ 2 മാസം നമ്മൾ അറിയാതെ തന്നെയാണ് ഈ നിയമനം നടന്നിട്ടുള്ളത് എന്ന് വ്യക്തമായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറിക്കും അവിടുത്തെ ഹെഡ് ക്ലർക്കിനും ഇതിൻ്റെ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ലെറ്റർ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ലെറ്റർ കൊടുത്തു. ബോർഡിനെയോ പ്രസിഡന്റിനെ അറിയിക്കാത്തത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു മറുപടി നമുക്ക് തന്നു. ഏതായാലും ഞങ്ങൾ ഇന്ന് അവരുടെ മറുപടി വിശദമായി ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്തതിന് പ്രകാരം ഞങ്ങളെടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ജനുവരിയിലും ഫെബ്രുവരിയിലും പ്രസിഡന്റിനെയോ ഭരണസമിതിയെയോ അറിയിക്കാതെ ആളെ വെച്ച് നിയമനം നടത്തി അവർ പൈസ ഈ പറഞ്ഞ രാജേഷിന് കൊടുത്തോ കൊടുത്തില്ലേ എന്നുള്ളതല്ല, ഈ ഭരണസമിതി അറിയിച്ചില്ല എന്നുള്ളത് ക്രമക്കേടും ഗുരുതരമായ കൃത്യവിലോപവുമാണ് എന്ന് മനസ്സിലാക്കി ഈ പറഞ്ഞ എത്ര ദിവസമാണ് ജോലി ചെയ്ത ആ പൈസയും അതിൻ്റെ 18% പലിശ അടക്കം തിരിച്ചടയ്ക്കാൻ വേണ്ടി ഞങ്ങളിന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. സെക്രട്ടറി സ്ഥലത്തില്ല, ശനിയാഴ്ച അദ്ദേഹം തിരിച്ചു വരും, നോട്ടീസ് കൊടുക്കും. നോട്ടീസ് കിട്ടി 3 ദിവസത്തിനകം ഈ പറഞ്ഞ തുകയും അതിൻ്റെ 15% പലിശയും കൂടെ തിരിച്ചടയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കൂടാതെ അവരുടെ ഈ കാര്യങ്ങളിൽ നടത്തിയ കാര്യങ്ങളിൽ ഇതിൻ്റെ അവരുടെ വീഴ്ച എന്താണെന്ന് മനസ്സിലാക്കി, ഏത് തരത്തിലുള്ള തെറ്റാണെന്ന് മനസ്സിലാക്കി അന്വേഷണം നടത്തി ഉചിതമായ നടപടി എടുക്കുന്നതിന് വേണ്ടി DDPക്ക് ശുപാർശ ചെയ്യാൻ ഞങ്ങളുണ്ട്.
UDF ഭരിക്കുന്ന കരിമ്പുഴ പഞ്ചായത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവുമാണെന്ന് ആരോപിച്ച് LDF കരിമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രചാരണ ജാഥ നടത്തി. ജാഥ കോട്ടപ്പുറത്ത് സമാപിച്ചു. വാക്കടപ്പുറത്ത് നിന്ന് തുടങ്ങിയ ജാഥ CPM ഏരിയ സെക്രട്ടറി P. അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ഫണ്ട് പഞ്ചായത്തിന്റെ അക്കൗണ്ടിലുള്ള ഫണ്ട് തങ്ങളുടെ പോക്കറ്റിലേക്ക് ആക്കാമെന്നുള്ള ആസൂത്രിതമായ ചർച്ചകളും ചിന്തകളുമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിൽ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് പഞ്ചായത്ത് ഭരണസമിതിയെയും പ്രവർത്തനങ്ങളെയും കാണുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷയായി. ജാഥ വൈകിട്ട് കോട്ടപ്പുറത്ത് സമാപിച്ചു. സമാപന പൊതുയോഗം CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് ഉദ്ഘാടനം ചെയ്തു. LDF ഭരിക്കുന്ന പഞ്ചായത്തുകൾ, UDF ഭരിക്കുന്ന പഞ്ചായത്തുകൾ ഒക്കെ കേരളത്തിലുണ്ട്. അത്തരത്തിലുള്ള LDF, UDF ഒന്നും വേർതിരിവില്ലാതെ എല്ലാ പഞ്ചായത്തുകൾക്കും ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് നാട്ടിൽ പ്രവർത്തിക്കുകയാണ്. എന്നാൽ UDFന്റെ കൂടപ്പുറപ്പാണ് ഇതിനെ തുരങ്കം വയ്ക്കുക. PT അങ്കപ്പൻ അധ്യക്ഷനായി. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ M. മോഹനൻ, വൈസ് ക്യാപ്റ്റൻ KT രാമചന്ദ്രൻ, K. രാമകൃഷ്ണൻ, K. സുബ്രഹ്മണ്യൻ, A. ശിവശങ്കരൻ, K. നാരായണൻ, K. രുക്മിണി, P. സുരേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഭാരതപ്പുഴയിലെ ഒറ്റപ്പാലം മീറ്റ്ന തടയണയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ ഷട്ടറുകൾ തുറക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു. ഷൊർണൂരിൽ നിന്നും ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ സ്ഥലത്തെത്തിയെങ്കിലും ഷട്ടറുകൾ ഉയർത്താൻ കഴിഞ്ഞില്ല. വരൾച്ചാ ഭീഷണിക്കിടെ പെയ്ത കനത്ത മഴയിൽ പുഴയിലും കൈവഴികളിലും ഒഴുക്ക് കരുത്താർജിച്ചതോടെയാണ് തടയണ ജലസമൃദ്ധമായത്. വേനലിന്റെ തുടക്കത്തിൽ വെള്ളം സംഭരിക്കുന്നതിന്റെ ഭാഗമായി അടയ്ക്കാറുള്ള ഷട്ടറുകൾ മഴ ശക്തിപ്പെടുന്നതോടെ തുറക്കുകയാണ് പതിവ്. മഴക്കാലത്ത് കരകളിൽ വെള്ളം കയറാനുള്ള സാധ്യത പരിഗണിച്ചാണിത്. ഇത്തവണ ചുരുങ്ങിയ ദിവസങ്ങൾക്കിടയിൽ കനത്ത വേനൽ മഴ ലഭിച്ചതോടെ തടയണ നിറഞ്ഞു കവിഞ്ഞു. നിലവിൽ തടയണയ്ക്ക് 2 അടിയോളം മുകളിലാണ് ജലനിരപ്പ്. ഷട്ടറുകൾ ഉയർത്താൻ ജല അതോറിറ്റി നടത്തിയ ശ്രമം പരാജയപ്പെട്ടതോടെയാണ് നഗരസഭ ഇടപെട്ട് ഫയർഫോഴ്സിന്റെ സഹായം തേടിയത്. പുഴയിലെ ഒഴുക്ക് കുറയാതെ ഷട്ടറുകൾ തുറക്കാനാകാത്ത സാഹചര്യമാണ്. ഇക്കാര്യം ജില്ലാ കളക്ടറെയും ദുരന്ത നിവാരണ അതോറിറ്റിയെയും അറിയിച്ചിട്ടുണ്ടെന്നും ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതിനിടെ പുഴയുടെ പ്രധാന കൈവഴിയായ ഗായത്രി പുഴയിൽ നിന്നുള്ള ഒഴുക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പഴയന്നൂരിന് സമീപത്തെ ചീരക്കുഴി ഡാമിന്റെ ഷട്ടറുകൾ താൽക്കാലികമായി അടയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ച് ജല അതോറിറ്റി തൃശൂരിലെ ഇറിഗേഷൻ മേധാവിയെ സമീപിച്ചു. ഇക്കാര്യത്തിൽ ഉടൻ നടപടിയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. മഴയുടെ ശക്തി കുറഞ്ഞതിനൊപ്പം ഗായത്രി പുഴയിൽ നിന്നുള്ള ഒഴുക്കും കൂടി കുറഞ്ഞാൽ തടയണയിലെ ഷട്ടറുകൾ പൂർണ്ണമായി തുറക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഒറ്റപ്പാലം നഗരസഭയുടെയും അമ്പലപ്പാറ പഞ്ചായത്തിന്റെയും ജലസ്രോതസ്സായ മീറ്റിന തടയണയിൽ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച 26 ഷട്ടറുകളാണുള്ളത്. നാടൻപാട്ടുകൾ കേരള സംസ്കാരത്തിന്റെ അടിവേരുകളാണെന്ന് കവിയും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന KP നാരായണൻ ഏലംകുളത്തിന്റെ വള്ളുവനാടിന്റെ പാണനാർ പാട്ടുകൾ എന്ന പുസ്തകം പെരിന്തൽമണ്ണയിൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആലങ്കോട് ലീലാകൃഷ്ണൻ. നാടൻപാട്ടുകൾ കേരള സംസ്കാരത്തിന്റെ അടിവേരുകൾ ആണെന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. നാട്ടുമൊഴി സംസ്കാരത്തിന്റെ പാഠങ്ങൾ അവഗണിച്ച് ഏകമുഖ സംസ്കാരത്തെ പ്രതിഷ്ഠിക്കാൻ ഫാസിസം ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും നാടൻപാട്ടുകൾ ഫാസിസത്തെ പ്രതിരോധിക്കാൻ ഉപയുക്തമാക്കാമെന്നും ആലങ്കോട് ലീലാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. കേരള സാഹിത്യ അക്കാദമിയും ചെറുകാട് ട്രസ്റ്റും സംയുക്തമായാണ് പുസ്തക പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചത്. കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന KP നാരായണൻ ഏലംകുളത്തിന്റെ വള്ളുവനാടിന്റെ പാണനാർ പാട്ടുകൾ പുസ്തകം ആലങ്കോട് ലീലാകൃഷ്ണൻ VP വാസുദേവന് നൽകി പ്രകാശനം ചെയ്തു. ചടങ്ങിൽ V ശശികുമാർ അധ്യക്ഷത വഹിച്ചു. സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ ആമുഖ പ്രഭാഷണം നടത്തി. വാമൊഴി സാഹിത്യത്തിന്റെ സൗന്ദര്യതലങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ CP ചിത്രബാനവും പ്രഭാഷണം നടത്തി. C വാസുദേവൻ, വേണുപാലൂർ, E രാജേഷ്, അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. ഭീമനാട് നാടൻപാട്ടുകൂട്ടത്തിന്റെ തൊഴിലുണർത്തുപാട്ട് അവതരണവും നടന്നു. മാജിക് മിഷൻ പാലക്കാട് സംഘടിപ്പിക്കുന്ന ഓൾ കേരള മാജിക് കൺവെൻഷൻ മെയ് 25 പട്ടാമ്പിയിൽ നടക്കും. പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിന്റെ അകത്തും പുറത്തു നിന്നുമായി 200ഓളം മാന്ത്രികർ പരിപാടിയിൽ പങ്കെടുക്കും. ഇന്ത്യൻ ചാർലി ചാപ്ലിൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത മജീഷ്യൻ യോന തമിഴ്നാട് മുഖ്യാതിഥിയാകും.
മാജിക് മിഷൻ പ്രസിഡന്റ് സുരേഷ് പട്ടാമ്പി അധ്യക്ഷത വഹിക്കും. പ്രോഗ്രാം കൺവീനർ സലാം വല്ലപ്പുഴ പ്രമേയം അവതരിപ്പിക്കും. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി പങ്കെടുക്കും. വൈകുന്നേരം 4 മണിക്ക് പൊതുജനങ്ങൾക്കായി പ്രമുഖ മാന്ത്രികരായ യദുനാഥ്, അഫ്സൽ, അഭിരൂപ് പട്ടാമ്പി എന്നിവരുടെ വ്യത്യസ്ത ഗാല ഷോ അരങ്ങേറും. മജീഷ്യൻ ഉസ്താദ് മജീദ് മടവൂർ, അബൂബക്കർ തൃശൂർ, മെന്റലിസ്റ്റ് ജിലി ബോബി തുടങ്ങിയവർ ടീച്ചിംഗ് ക്ലാസ് നയിക്കും. പരിപാടിയുടെ ഭാഗമായി കുട്ടികളിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിൽ മാജിക് ഷോ സംഘടിപ്പിക്കും. പ്രമുഖ മാന്ത്രികരായ കുമ്പിടി രാധാകൃഷ്ണൻ, PM ഉപേന്ദ്ര, വാഴക്കുന്നം ജൂനിയർ വിന്നർ അഭിരൂപ് എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി മാജിക് മത്സരവും അരങ്ങേറുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മാസ്മര 2024 ഓൾ കേരള മാജിക് കൺവെൻഷൻ ഈ വരുന്ന 25-ാം തീയതി പട്ടാമ്പി അരങ്ങേറുകയാണ്. മാജിക് മിഷൻ പാലക്കാട് 2019 നമ്മുടെ ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു മാന്ത്രിക കൂട്ടായ്മയാണ്. ഇതിനകം ഒട്ടേറെ മാന്ത്രിക കൺവെൻഷൻ, ചെറുതും വലുതുമായ മാന്ത്രിക സംഗമങ്ങൾ നമ്മൾ നടത്തുകയും വളരെ വലിയ വിജയത്തോടു കൂടി തന്നെ അത് നിങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്ത് തന്നെയാണ്. ഇത് 3ാമത് മാസ്മര സംഘമാണ് ഇപ്പോൾ നടക്കുന്നത്. 200ഓളം മജീഷ്യന്മാർ കേരളത്തിനകത്തും പുറത്തു നിന്നുമായി ഈ ഒരു സംഗമത്തിൽ സംഘടിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ നാം നടത്തിയ ഇത്തരം പ്രോഗ്രാമുകളിൽ പ്രമുഖ മാന്ത്രികൻ നമ്മുടെ സാമ്രാജ് സാർ ഉൾപ്പെടെ ഈ ഒരു കൺവെൻഷൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ ഇന്ത്യൻ ചാർലി ചാപ്ലിൻ എന്നറിയപ്പെടുന്ന മാജിക് രംഗത്തെ ഉപരി തമിഴ്നാട്ടിലുള്ള നമ്മുടെ യോനാസ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. വാർത്താസമ്മേളനത്തിൽ കുമ്പിടി രാധാകൃഷ്ണൻ, സുരേഷ് പട്ടാമ്പി, അഖിൽ മാസ്റ്റർ, സലാം വല്ലപ്പുഴ, മുരളീധരൻ പട്ടാമ്പി, PM ഉപേന്ദ്ര, നന്ദനൻ പട്ടാമ്പി എന്നിവർ പങ്കെടുത്തു. ആശ്രയയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിൽ അഭയകേന്ദ്രം ഒരുക്കും. തെരുവിൽ അലയുന്നവർ, ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ട വയോധികരായ മാതാപിതാക്കൾ, അനാഥരായ കുഞ്ഞുങ്ങൾ തുടങ്ങിയവരെ സംരക്ഷിക്കുന്നതിനുള്ള കേന്ദ്രമാണ് ഉദ്ദേശിക്കുന്നതെന്ന് പെരിന്തൽമണ്ണയിൽ ആശ്രയയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്രത്തിൻ്റെ ധനശേഖരണത്തിന് കൊട്ടാരക്കര ആശ്രയയുടെ അമ്മ അറിയാൻ എന്ന നാടകം മെയ് 29-ന് അവതരിപ്പിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. തെരുവിൽ അലയുന്ന രോഗികൾ, ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധ മാതാപിതാക്കൾ, അനാഥരായ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നിരാശ്രയരായ 2000-ൽ പരം ആളുകളെ കൊട്ടാരക്കര ആശ്രയ കേന്ദ്രം സംരക്ഷിച്ചു വരുന്നുണ്ട്. കൊട്ടാരക്കര ആശ്രയ കേന്ദ്രത്തിന് കീഴിൽ പെരിന്തൽമണ്ണയിലും ആശ്രയ കേന്ദ്രം ഒരുക്കും. ആദ്യം വാടക കെട്ടിടത്തിൽ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കും. കേന്ദ്രത്തിന് ഫണ്ട് സ്വരൂപിക്കുന്നതിന് കൊട്ടാരക്കര ആശ്രയ കേന്ദ്രത്തിൻ്റെ അമ്മ അറിയാൻ എന്ന നാടകം പെരിന്തൽമണ്ണയിൽ അവതരിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഈ വഴിയിൽ അരിഞ്ഞു നടക്കുന്ന ആളുകൾ, ചില വീടുകളിൽ പോലും നമുക്ക് പാർപ്പിക്കാൻ പറ്റാത്ത മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് കഴിയുന്ന കുട്ടികൾ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ആളുകളെ പാർപ്പിക്കാനൊരിടം പെരിന്തൽമണ്ണയിലില്ല. അപ്പോൾ അത് നമ്മൾ ആശ്രയ കൊട്ടാരക്കര എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ ഏകദേശം 2000-ൽ കൂടുതൽ ആളുകൾ താമസിക്കുന്നുണ്ട്. ആരും ഇല്ലാത്ത ആളുകൾ അവിടെ കൊണ്ടുവന്ന് റീഹാബിലിറ്റേറ്റ് ചെയ്ത് അവരെ ഒരു സാധാരണ മനുഷ്യരാക്കിയതിന് ശേഷം കുടുംബത്തിലേക്ക് വിട്ടയക്കുന്ന ഒരു സ്ഥാപനമാണ് ആശ്രയ കൊട്ടാരക്കര. അപ്പോൾ അവരുടെ നാടകമാണ് ഈ അമ്മ അറിയാനുള്ളത്. അവരുടെ നാടകം നമ്മൾ പെരിന്തൽമണ്ണയിൽ 29-ാം തീയതി പ്രദർശിപ്പിക്കുകയാണ്. കാര്യം നമ്മുടെ യങ് ജനറേഷൻ, ഇതൊരു കുടുംബ പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന ഒരു കഥയാണ്. നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും മദ്യം, മറ്റ് ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു സമൂഹവും വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഈ നാടകം ചർച്ച ചെയ്യുന്നത്. വൈകിട്ട് 6 മണിക്ക് അലങ്കാർ ഓഡിറ്റോറിയത്തിലാണ് നാടകം അവതരിപ്പിക്കുന്നത്. ലഹരി, മയക്കുമരുന്ന് വിപത്തിനും ഇതുമൂലമുണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾക്കുമെതിരെയുള്ള പ്രമേയത്തിലാണ് നാടകാവതരണം. ആരോഗ്യ, ജീവകാരുണ്യ, സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച 20 പേരെ ചടങ്ങിൽ ആദരിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. പെരിന്തൽമണ്ണ ആശ്രയം രക്ഷാധികാരി ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ, പ്രസിഡന്റ് ഡോക്ടർ കെ സാലിം, സെക്രട്ടറി റവറന്റ് ഫാദർ ഡോക്ടർ വിക്ടർ ജെ, സെക്രട്ടറി ഡോക്ടർ പി കൃഷ്ണദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
വെട്ടത്തൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ 35ാം വാർഷിക ആഘോഷവും സർവീസിൽ നിന്നും വിരമിക്കുന്ന സെക്രട്ടറി പി കോയക്കുട്ടിക്കുള്ള യാത്രയയപ്പും ഈ മാസം 25-26 തീയതികളിൽ നടക്കും. MP, MLA-മാർ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സേവനപാതയിൽ 35 വർഷം പിന്നിട്ട വെട്ടത്തൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷികാഘോഷവും സർവീസിൽ നിന്നും വിരമിക്കുന്ന സെക്രട്ടറി പി കോയക്കുട്ടിക്കുള്ള യാത്രയയപ്പും അതിവിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിക്കുന്നത്. മെയ് 25, 26 ശനി, ഞായർ ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ MP, MLA-മാർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കുമെന്ന് പ്രസിഡന്റ് M. സൈതലവി മാസ്റ്റർ അറിയിച്ചു. 4 മണിക്ക് സഹകാരി സംഗമം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ അധ്യക്ഷം വഹിക്കുന്നത് വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM മുസ്തഫയാണ്. ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നത് ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് TP ജോസഫ് മാസ്റ്റർ അവர்களാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് P. അബ്ദുൽ ഹമീദ് MLA അവர்களാണ്. ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന സഹകാരി സംഗമവും ആദരിക്കലും P. അബ്ദുൽ ഹമീദ് MLA ഉദ്ഘാടനം ചെയ്യും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM മുസ്തഫ അധ്യക്ഷനാകും. ബാങ്ക് മുതിർന്ന അംഗങ്ങളെ AP അനിൽകുമാർ MLA-യും മുൻ പ്രസിഡന്റുമാരെ N. ഷംസുദ്ദീൻ MLA-യും ആദരിക്കും. പെരിന്തൽമണ്ണ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ മോഹനൻ പുളിക്കൽ ജീവനക്കാരെ ആദരിക്കും. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ സപ്ലിമെന്റ് പ്രകാശനം നിർവഹിക്കും. 26-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്യും. നജീബ് കാന്തപുരം MLA അധ്യക്ഷനാകും. സർവീസിൽ നിന്നും വിരമിക്കുന്ന സെക്രട്ടറി P. കോയക്കുട്ടിയെ മഞ്ഞളാംകുഴി അലി MLA ആദരിക്കും. P. ഉബൈദുള്ള MLA ഉപഹാര സമർപ്പണം നടത്തും. മലപ്പുറം ജോയിന്റ് രജിസ്ട്രാർ P. ബഷീർ, അസിസ്റ്റന്റ് രജിസ്ട്രാർ എന്നിവർ പ്രതിഭകളെ ആദരിക്കും. തുടർന്ന് 7 മണിക്ക് ഇസൽ നൈറ്റും അരങ്ങേറുമെന്ന് പ്രസിഡന്റ് M. സൈതലവി മാസ്റ്റർ അറിയിച്ചു. 26-ാം തീയതി യാത്രയയപ്പ് സമ്മേളനവും പൊതുസമ്മേളനം നടക്കുന്നു. അതിൽ പട്രുമാൽ ഫ്രെയിം, ഐഷ ഫിൽവയും ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ യാസീൻ കുണ്ടൂർക്കുന്നും നയിക്കുന്ന ഇശൽമേള ഉണ്ടായിരിക്കുന്നതാണ്. ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രസിഡന്റ് A. സൈതലവി മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് TP ജോസഫ്, സെക്രട്ടറി P. കോയക്കുട്ടി, അസിസ്റ്റന്റ് സെക്രട്ടറി മോളിമ ചാക്കോ, ഇന്റേണൽ ഓഡിറ്റർ KT ഷിയാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ബാങ്ക് പരിധിയിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഉന്നമനത്തിനായി പ്രവർത്തിക്കാൻ ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് സെക്രട്ടറി P. കോയക്കുട്ടി പറഞ്ഞു. കഴിഞ്ഞ 35 വർഷമായി വെട്ടത്തൂർ വില്ലേജിൽ ജനങ്ങളുടെ എല്ലാവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സഹായങ്ങളും ഒരു ബാങ്ക് എന്നുള്ള നിലയ്ക്ക് ചെയ്തു കൊടുക്കാൻ ഇതിനകം സാധിച്ചിട്ടുണ്ട്. ബാങ്കിൻ്റെ വളർച്ചയിലും പുരോഗതിയിലും ബാങ്കിൻ്റെ മെമ്പർമാരും ഇടപാടുകാരും സഹായകരമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ബാങ്കിൻ്റെ 35ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് പെരിന്തൽമണ്ണ താലൂക്കിലെ സഹകരണ ബാങ്കുകൾക്കിടയിൽ മികച്ച ബാങ്കായി തന്നെ നിലനിൽക്കാൻ ഇതിനകം കഴിയുന്ന രൂപത്തിലേക്ക് ബാങ്ക് വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ. കുടുംബശ്രീ 26-ാം വാർഷികത്തോടനുബന്ധിച്ച് കുടുംബശ്രീ അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ സർഗോത്സവം അരങ്ങ് 2024-ന്റെ ഭാഗമായ സ്റ്റേജിന മത്സരങ്ങൾ വ്യാഴാഴ്ച പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ വെച്ച് നടക്കും. 1000-ലധികം സർഗപ്രതിഭകൾ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുടുംബശ്രീ അരങ്ങ് കലാമത്സരങ്ങളുടെ പട്ടാമ്പി തൃത്താല ബ്ലോക്ക് ക്ലസ്റ്റർ തല മത്സരങ്ങളാണ് സംസ്കൃത കോളേജിൽ നടക്കുന്നത്. വ്യാഴാഴ്ച സ്റ്റേജ് മത്സരങ്ങൾ രാവിലെ 9-ന് പിന്നണി ഗായിക M. സർവശ്രീ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി MP രാജേഷ് മുഖ്യാതിഥിയായിരിക്കും. മുഹമ്മദ് മൂസിൻ MLA അധ്യക്ഷത വഹിക്കും. കുടുംബശ്രീ പാലക്കാട് ജില്ലാ മിഷൻ കോർഡിനേറ്റർ K. ചന്ദ്രദാസ് മുഖ്യപ്രഭാഷണം നടത്തും. വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, CDS ചെയർപേഴ്സൺമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും. 1000-ലധികം സർഗപ്രതിഭകൾ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ പട്ടാമ്പി നഗരസഭാ ചെയർമാൻ O. ലക്ഷ്മിക്കുട്ടി, N. രാജൻ, P. ഗീത, T. രമണി, M. അസ്മിയ, MP. ഷിഹാബ്, ചിന്തു മനാദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുടുംബശ്രീ അംഗങ്ങളുടെയും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെയും സർഗോത്സവമായ അരങ്ങ് 2024 ഇന്നും നാളെയുമായി പട്ടാമ്പി SNGS കോളേജിൽ തൃത്താല പട്ടാമ്പി ബ്ലോക്കുകളുടെ മത്സരങ്ങൾ നടക്കുകയാണ്. ഇതിൽ 15 CDS തലത്തിലുള്ള
മത്സരാർത്ഥികളാണ് ഇന്നത്തെ ബ്ലോക്ക് ക്ലസ്റ്റർ തല പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 1ാം സ്ഥാനം ലഭിക്കുന്നവർ ജില്ലാ അടിസ്ഥാനത്തിൽ പങ്കെടുക്കും. 33 ഓഫ് സ്റ്റേജുകളും 16 ഓൺ സ്റ്റേജുകളിലുമായിട്ടാണ് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബശ്രീ അംഗങ്ങളുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും അവർക്ക് ഏറ്റവും കൂടുതൽ ആനന്ദകരമായ നിമിഷങ്ങളാക്കി മാറ്റുന്നതിനും അരങ്ങ് 2024 പട്ടാമ്പി നേതൃത്വം നൽകുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ചടങ്ങിലേക്ക് എത്തിച്ചേരണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. കുടുംബശ്രീ പ്രസ്ഥാനം നമ്മുടെ കേരളത്തിൻ്റെ നവോത്ഥാനത്തിലും കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിലുമൊക്കെ വലിയ പങ്ക് വഹിച്ച സ്ത്രീകളുടെ ഏറ്റവും വലിയ ഒരു സാമൂഹ്യ പ്രസ്ഥാനമാണ്. അവരെ എല്ലാം സ്ത്രീകൾക്ക് ചെയ്തു തീർക്കാൻ കഴിയും എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് കുടുംബശ്രീ എന്ന് പറയുന്ന പ്രസ്ഥാനം. അപ്പോൾ കേരളത്തിൻ്റെ ഈ സാമൂഹ്യ വികാസവുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീ പ്രവർത്തകർക്ക് ഒന്നും അന്യമല്ല. അവർ ഏറ്റവും അധികം സർഗാത്മകമായ മേഖലയിൽ നല്ലപോലെ തിളങ്ങുന്നവരാണ് എന്ന് തെളിയിക്കുന്ന നിരവധിയായ പരിപാടികൾ നാളെ പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജിൽ നമുക്ക് കാണാൻ സാധിക്കും. അലനല്ലൂർ സഹകരണ അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി സഹകരണ സ്കൂൾ ബസാർ ആരംഭിച്ചു. താലൂക്ക് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ KG സാബു സ്കൂൾ ബസാർ ഉദ്ഘാടനം ചെയ്തു. 30% വിലക്കിഴിവാണ് ഇവിടെ ഉള്ളത്. അധ്യയന വർഷാരംഭത്തിലുണ്ടാകുന്ന പഠനോപകരണങ്ങളുടെ വില വർധനവ് സാധാരണക്കാരുടെ കുട്ടികൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് അലനല്ലൂർ സഹകരണ അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി സഹകരണ സ്കൂൾ ബസാർ ആരംഭിച്ചത്. ഈ സ്കൂൾ വിദ്യാരംഭത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു സാധാരണ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഭാരിച്ച ചെലവാണ് ഇന്ന് ഉള്ളത്. അതിന് ചെറിയ രൂപത്തിലെങ്കിലും ആശ്വാസം നൽകുക എന്ന ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അർബൻ സൊസൈറ്റി ഇത്തരത്തിലൊരു സംരംഭം ഇവിടെ തുടക്കമിടുന്നത്. ഇവിടെ ഏതാണ്ട് 30% വിലക്കുറവിൽ എല്ലാ സാധനങ്ങളും ലഭ്യമാണ്. പെൻസിൽ, പേനകൾ, വിവിധ വലുപ്പത്തിലുള്ള നോട്ട് ബുക്കുകൾ തുടങ്ങി കുടയും ബാഗും ഉൾപ്പെടെ കുട്ടികൾക്ക് ഉപയോഗിക്കാനുള്ള റെയിൻകോട്ട് വരെ ഇവിടെയുണ്ട്. 30% വിലക്കിഴിവിൽ ഓരോ ഉൽപ്പന്നങ്ങളും ബസാറിൽ നിന്ന് ലഭിക്കും. മേലാറ്റൂർ റോഡിൽ പഴയ പോസ്റ്റ് ഓഫീസിന് സമീപം ചൂരാക്കോട്ടിൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച ബസാർ സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ KG സാബു ഉദ്ഘാടനം ചെയ്തു. ബാങ്കിംഗ് ബിസിനസ്സുകൾക്കൊപ്പം തന്നെ സാധാരണക്കാരുടെ ക്ഷേമത്തെ മുൻനിർത്തിയുള്ള നിരവധിയായിട്ടുള്ള സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവയാണ് നമ്മുടെ നാട്ടിലെ എല്ലാ സഹകരണ സ്ഥാപനങ്ങളും. നമ്മുടെ നാട്ടിലെ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് സഹകരണ സ്ഥാപനങ്ങളെ വേർതിരിച്ച് നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകവും തീർച്ചയായിട്ടും സഹകരണ സ്ഥാപനങ്ങളുടെ ഇത്തരത്തിലുള്ള സാമൂഹികമായ ഇടപെടലുകൾ തന്നെയാണ്. പ്രസിഡന്റ് റംഷിക് മാമ്പറ്റ അധ്യക്ഷനായി. ആദ്യ വിൽപ്പന അലനല്ലൂർ AMLP സ്കൂൾ പ്രധാനാധ്യാപകൻ KA സുദർശനകുമാർ നിർവഹിച്ചു. വളരെ വില കുറഞ്ഞ രൂപത്തിൽ സാധാരണക്കാർക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ അവസരം എല്ലാവരും ഉപയോഗപ്പെടുത്തണം. ഈ ചൂഷണത്തിനെതിരായി സഹകരണ സംഘത്തിനോടൊപ്പം അണിനിരുന്ന് ഈ അവസരം ഉപയോഗപ്പെടുത്തണം. ഗ്രാമപഞ്ചായത്ത് അംഗം P മുസ്തഫ, ടോമി തോമസ്, സംഘം വൈസ് പ്രസിഡന്റ് MP സുഗതൻ, സെക്രട്ടറി O ബിനീഷ് തുടങ്ങി ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ, സഹകാരികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വാണിജ്യ വാർത്തകൾ. ആരോഗ്യ പരിചരണ രംഗത്ത് അടയ്ക്കാപത്തൂരിന് പുതിയ കയ്യൊപ്പ്. വിദഗ്ധ ഡോക്ടറുടെ സേവനവുമായി ലൈഫ് ഹോമിയോപ്പതി അടയ്ക്കാപത്തൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന അടയ്ക്കാപുത്തൂർ സെന്ററിൽ ആരോഗ്യ പരിചരണ രംഗത്ത് പുതിയ അധ്യയനം രചിച്ചുകൊണ്ടാണ് ലൈഫ് ഹോമിയോപ്പതി പ്രവർത്തനം ആരംഭിച്ചത്. പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ വെളിനേഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പരമേശ്വരൻ മാസ്റ്റർ സംരംഭം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ KC ശങ്കരൻ, ഡോക്ടർ സതീഷ്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് സുലൈമാൻ, ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ പ്രതിനിധി വേണുഗോപാൽ, രാജൻ P, മുസ്തഫ മലബാർ തുടങ്ങിയവരും കുടുംബാംഗങ്ങളും നാട്ടുകാരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. വെളിനേഴി ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് അടയ്ക്കാപുത്തൂർ പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലൈഫ് ഹോമിയോപ്പതി ഡിസ്പെൻസറി വലിയ ഈ പ്രദേശത്തെ ജനങ്ങൾക്കൊക്കെ വലിയൊരു അനുഗ്രഹമാകുമെന്നാണ് വിചാരിക്കുന്നത്. കാരണം നമ്മുടെ പഞ്ചായത്തിൽ അത്രയധികം ഹോമിയോപ്പതി ഡിസ്പെൻസറികളില്ല. നമ്മുടെ ജനങ്ങളുടെ വ്യത്യസ്ത വിധത്തിലുള്ള ശരീരപ്രകൃതിയുള്ള മനുഷ്യന്മാരാകുമ്പോൾ പലതരത്തിലുള്ളതാവും. ചിലവർക്ക് ആയുർവേദവും പിടിക്കുക, ചിലവർക്ക് അലോപ്പതിയാവും,
ചിലവർക്ക് ഹോമിയോപ്പതി, ഇപ്പോൾ പല രോഗങ്ങളും നമ്മൾ ഹോമിയോപ്പതി രോഗത്തിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ട് ഭേദമായിട്ടുള്ള പല കേസുകളുമുണ്ട്. അപ്പം അങ്ങനെ ഏത് തരത്തിലുള്ള ചികിത്സയാണ് വേണ്ടത് നമുക്കിവിടെ ഈ ഇവിടെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ വളരെ സൗകര്യപ്രദമായ രീതിയിൽ കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഹോമിയോപ്പതിയിൽ പ്രത്യേക പരിശീലനം നേടിയ ഡോക്ടർ നിവേദയുടെ സേവനം ദിവസവും രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഇവിടെ ലഭ്യമാകും. ത്വക്ക് രോഗങ്ങൾ, പ്രായമായവർക്കും കുട്ടികൾക്കും ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും സ്നേഹത്തോടെയുള്ള പരിചരണം ലൈഫ് ഹോമിയോപ്പതിയിൽ ലഭ്യമാകും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 10 ദിവസം സൗജന്യ ചികിത്സയും നൽകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഇവിടെ പാലക്കാട് അടയ്ക്കാപുത്തൂർ എന്ന സ്ഥലത്ത് പുതിയതായിട്ട് ഒരു ഹോമിയോ ക്ലിനിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈഫ് ഹോമിയോപ്പതി. ഇത് ഹേർട്ട്ലാൻഡ് വെൽനസിൻ്റെ കീഴിലാണ് വരുന്നത്. ഇവിടെ ഞങ്ങൾ എല്ലാവിധ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും ഇവിടെ ചികിത്സിക്കപ്പെടുന്നതാണ്. പ്രധാനമായും ത്വക്ക് രോഗങ്ങൾ, പ്രായമായവർക്കുള്ള ഒരുപാട് ശരീര ബുദ്ധിമുട്ടുകൾ, കുട്ടികൾക്കുള്ള ഒരുപാട് രോഗങ്ങൾ എന്നിവയെല്ലാം ഇവിടെ ഒരുപാട് ശ്രദ്ധിക്കപ്പെടുന്നതാണ്. പിന്നെ ഉറക്കക്കുറവ്, PCOD, ഡയബറ്റിസ്, പിന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ഇതെല്ലാം ഇവിടെ ചികിത്സിക്കപ്പെടുന്നതാണ്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വീട്ടിലുള്ള ഒരു ഹോം ഡോക്ടർമാർ നിങ്ങളുടെ ശരീരത്തിൽ എന്ത് അസുഖം, പറയാൻ പറ്റുന്നതായിക്കോട്ടെ പറയാൻ പറ്റാത്തതായിക്കോട്ടെ, എന്ത് അസുഖം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഡോക്ടറോട് ബന്ധപ്പെടാം, അവരെ ഫോണിൽ ബന്ധപ്പെടാം. ഏകദേശം ഒരു 10 ദിവസം പ്രത്യേകിച്ച് നമ്മൾ പൈസ ഒന്നും വാങ്ങിക്കുന്നില്ല. നമ്മൾ കൺസൾട്ടൻറ്റ് ഫീസ് എന്നിട്ട് നമ്മളൊന്നും വാങ്ങിക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വീട്ടിലുള്ള ഒരു അനിയത്തി അല്ലെങ്കിൽ ഒരു മോള് അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂടപ്പുറപ്പ് എന്നുള്ള നിലയ്ക്ക് എല്ലാ രീതിയിലും നിങ്ങൾക്ക് വന്നിട്ട് കൺസൾട്ട് ചെയ്യാൻ പറ്റുന്ന ഡോക്ടറാണ്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായതെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിക്കൊണ്ട് അധ്യയന വർഷത്തെ വരവേൽക്കാനൊരുങ്ങി ഒറ്റപ്പാലം റോയൽ ഹൈപ്പർ മാർക്കറ്റ്. വ്യത്യസ്തമായ ബ്രാൻഡുകളുടെ സ്കൂൾ ബാഗുകളും കുടകളും നോട്ട്ബുക്കുകളും മറ്റ് പഠനോപകരണങ്ങളുമെല്ലാം മിതമായ നിരക്കിലാണ് റോയൽ ഹൈപ്പർ മാർക്കറ്റ് സ്കൂൾ ബസാറിൽ ഒരുക്കിയിട്ടുള്ളത്. പ്രീ-KG മുതൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് വരെയുള്ള പഠനോപകരണങ്ങൾ ഏറ്റവും വില കുറവിൽ ഗുണമേന്മയിൽ ഒട്ടും കുറവ് വരുത്താതെയാണ് ഇത്തവണയും റോയൽ ഹൈപ്പർ മാർക്കറ്റിൽ സ്കൂൾ ബസാറിൽ ഒരുക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങളുടെ വിപുലമായ കളക്ഷൻ തന്നെയാണ് റോയലിൽ ഒരുക്കിയിട്ടുള്ളത്. പ്രമുഖ ബ്രാൻഡുകളുടെ വാറന്റിയോടുകൂടിയുള്ള പുതുപുത്തൻ മോഡലുകളുള്ള സ്കൂൾ ബാഗുകൾ, 249 രൂപ മുതൽ വില വരുന്ന കുടകൾ, വെറൈറ്റി കളറുകളിലും മോഡലുകളിലുമുള്ള വാട്ടർ ബോട്ടിലുകൾ, നോട്ട്ബുക്കുകൾ, റെയിൻകോട്ടുകൾ, മറ്റ് സ്റ്റേഷനറി ഐറ്റംസ് തുടങ്ങിയവയെല്ലാം മിതമായ നിരക്കിൽ റോയൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഡിസ്നി, അവഞ്ചേഴ്സ് കഥാപാത്രങ്ങളുടെ ബാഗുകൾക്കും കുടകൾക്കും വാട്ടർ ബോട്ടിലുകൾക്കുമാണ് ആവശ്യക്കാർ കൂടുതൽ. ബ്രാൻഡഡ് ബാഗുകൾക്ക് 50% വില കുറവും റോയൽ ഉപഭോക്താക്കൾക്കായി നൽകുന്നുണ്ട്. കളക്ഷനുകളാണ് റോയൽ ഹൈപ്പർ മാർക്കറ്റിൽ ഉള്ളതെന്ന് ഉപഭോക്താക്കൾ പറഞ്ഞു. വെരി ഗുഡ്, വളരെ വളരെ കംഫർട്ടബിൾ പ്ലേസ് ആണ്, സ്പേഷ്യസ് പ്ലേസ് ആണ്, വെരി വെരി കസ്റ്റമർ ഫ്രണ്ട്ലി പ്ലേസ് ആണ്. Very efficient. Nice selection, very efficient. Okay, just like America. പഠനോപകരണങ്ങളുടെ വലിയ കളക്ഷൻ തന്നെയാണ് സ്കൂൾ ബസാറിൽ ഒരുക്കിയിട്ടുള്ളതെന്ന്
ഡയറക്ടർ ഷഹീസ് റോയൽ പറഞ്ഞു. റോയൽ ഹൈപ്പർ മാർക്കറ്റിൽ ഇത്തവണ റോയൽ സ്കൂൾ ബസാർ എല്ലാ വർഷവും സജ്ജീകരിച്ചിട്ടുള്ളതുപോലെ തന്നെ വളരെ ഗുണമേന്മയുള്ളതും അതുപോലെ തന്നെ ഇന്ത്യയിലും പുറത്തും വിദേശത്തും ലഭിക്കുന്ന രീതിയിലുള്ള സ്കൂൾ ബാഗുകൾ, ലഞ്ച് ബോക്സുകൾ, നോട്ട്ബുക്കുകൾ, അതുപോലെ സ്റ്റേഷനറി ഐറ്റങ്ങളെല്ലാം നമ്മുടെ നാട്ടിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. ഏറ്റവും വിലക്കുറവിലാണ്. സ്കൂൾ ബാഗുകൾക്കെല്ലാം 50% മുതൽ വിലക്കുറവുണ്ട്. അതുമാത്രമല്ല, നമ്മളുടെ നാട്ടിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കളക്ഷനാണ് റോയൽ സ്കൂൾ ബസാറിൽ പുതിയ രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കടുമ്പഴിപ്പുറം കോണിക്കഴിയിൽ കോറിയിലെ വെള്ളത്തിൽ വീണ 2 വിദ്യാർത്ഥികൾ മരിച്ചു. സഹോദരങ്ങളുടെ മക്കളായ മേഘജ്, അഭയ് എന്നിവരാണ് മരിച്ചത്. അപകടം നടന്നത് രാത്രി. പാലക്കാട് കൊല്ലങ്കോട് കമ്പിവേലിയിൽ കുടുങ്ങിയ പുലി ചത്തു. ജനങ്ങളെ ഭീതിയിലാക്കിയ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടിയ ശേഷമാണ് ചത്തത്. പുലിയുടെ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതം സംഭവിച്ചതായി നിഗമനം. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി വിവാദം മുറുകുന്നു. പ്രസിഡന്റ് KT അഫ്സലിനെ അച്ചടക്ക ലംഘനത്തിന് മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കിയെങ്കിലും പദവി ഒഴിഞ്ഞില്ല. രാജിവെക്കേണ്ടതില്ലെന്ന നിലപാടിലുറച്ച് അഫ്സൽ പക്ഷം. ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം നടപ്പാക്കുമെന്ന് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി. ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഒറ്റപ്പാലം മീറ്റ്ന തടയണയുടെ ഷട്ടറുകൾ ഉയർത്താനുള്ള ശ്രമം വിജയിച്ചില്ല. ഫയർഫോഴ്സ് എത്തിയിട്ടും ശ്രമം പരാജയപ്പെട്ടു. വെള്ളമൊഴുകുന്നത് തടയണയ്ക്ക് 2 അടിയോളം മുകളിലുണ്ട്. ഷൊർണൂരിൽ കഞ്ചാവ് വേട്ട. ട്രെയിനിൽ കടത്തിയ 4.5 കിലോ കഞ്ചാവ് റെയിൽവേ പോലീസ് പിടികൂടി. പ്രതികളെ കണ്ടെത്താനായില്ല. ഈ മാസം പിടികൂടിയത് 15 കിലോയോളം കഞ്ചാവ്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതി അറിയാതെ താൽക്കാലിക ജീവനക്കാരനെ നിയമിച്ച സംഭവം അന്വേഷണം നടത്താൻ ഡെപ്യൂട്ടി ഡയറക്ടറോട് ശുപാർശ ചെയ്ത് ഭരണസമിതി. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ നൽകിയ വേതനം പിഴയോടെ തിരിച്ചു പിടിക്കുമെന്നും പ്രസിഡന്റ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.